അപ്പോൾ അത് മുഖ്യമന്ത്രി മാപ്പ് പറയാണ് വേണ്ടത് യഥാർത്ഥത്തിൽ. അദ്ദേഹം ഇതിന് ഒഴിയണം. എന്റെ പ്രിയ കൂട്ടുകാരെ, ചാത്തുകൂട്ടുകാരെ, അങ്ങനെ വന്നല്ലോ. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയണം എന്ന് ആവർത്തിച്ച് പറഞ്ഞു. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യമേ പറഞ്ഞു. ഇനിയിപ്പോൾ അതിനും സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു മാപ്പെങ്കിലും. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇനിയിപ്പോൾ ഈ പദം ഒഴിഞ്ഞു കൊടുക്കാൻ വലിയ പ്രയാസം ഉണ്ടെങ്കിൽ അവിടെ മുഹമ്മദ് റിയാസും വീണയൊക്കെ ഉണ്ടല്ലോ. അയ്യോ, നിങ്ങളത് കേട്ടോ? കാരണം നമ്മൾ പല മുഖ്യമന്ത്രിമാരും കണ്ടിട്ടുണ്ടല്ലോ, സ്ഥാനം ഒഴിയുമോ ലല്ലു പ്രസാദും അതുപോലെ തന്നെ UP മുഖ്യമന്ത്രിയും ഒക്കെ ഇതേപോലെ എഴുത്തും വായനയും കൂടി അറിയാത്ത ഭാര്യയാണ് ലല്ലു പ്രസാദിന്റെ ഭാര്യ. എന്ന് സ്കൂളിലെ പോയിട്ടില്ല, അവരെയാണ് മുഖ്യമന്ത്രി പദം ഏൽപ്പിച്ചത്. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഞാനൊരു എടുത്തുകാട്ടക്കാരനും പക്വതയില്ലാത്തവനുമാണെന്ന്. എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ വീണക്കൊക്കെ അത്യാവശ്യം നല്ല വിവരവും എഡ്യൂക്കേഷനൊക്കെ ഉണ്ടല്ലോ, അവരെ ഏൽപ്പിക്കട്ടെ. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. ബാക്കി ഈ പാർട്ടി ഏറ്റെടുക്കുമല്ലോ, ആ പാർട്ടിക്ക് വീണ ജയിപ്പിക്കാൻ കഴിയുമല്ലോ. ആരാധകരെ കണ്ട എങ്ങനെയെങ്കിലും കേരളത്തെ നിന്ന് രക്ഷപ്പെടുത്തി തന്നാൽ മതി ഈ വിഷയത്തിൽ നിന്ന്. ഇവൻ തന്നെയാ പ്രശ്നം. ഇതിലൊരു ബാധയെ ആവാഹിച്ചിരുത്തിയിട്ടുണ്ട്. ഇരിക്കുന്നവരെ മുടിയും. അപ്പൊ അറിവില്ലായ്മയില്ലല്ലോ ഈ പറഞ്ഞ റിയാസിനായാലും മകള് വീണക്കായാലും. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളി കിടക്കുക. നട്ടലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഈ പാർട്ടി നേതൃത്വത്തിൽ ഇല്ലാത്തതിന്റെ ദുരന്തമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അനുഭവിക്കുന്നത്. അളിയൻ ഭയപ്പെടണ്ട, RDPയുടെ കമ്മിറ്റി മീറ്റിംഗിൽ ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കും. അയ്യോ അത്രയ്ക്കൊന്നും വേണ്ട. ആരെയാണ് ഇവർ ഈ പേടിക്കുന്നത്? CM-നെ സംബന്ധിച്ച് അജിത് കുമാറിനെയും ശശിനെയും ഒക്കെ നല്ല പേടിയാ. ഞങ്ങളുടെ കൂടെ നിന്നൊരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കും. കാലമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. എടാ, മേലനങ്ങാതെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെ ഒക്കെ രാഷ്ട്രീയം. അളിയ കൊന്നിട്ടോണം.